നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകളുടെ സമഗ്ര രൂപവുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വ്യാപകമായി മഴയും മഴക്കെടുതികളും സംഭവിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ആദ്യം. ദുരിതപ്പെയ്ത്ത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുണ്ടായി. കാസർഗോഡ് 8 വയസ്സുകാരനും ഇടുക്കിയിൽ 19കാരനും മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായി. കണ്ണൂർ കൊട്ടിയൂരിൽ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 യുവാക്കൾക്കായി തിരച്ചിൽ തുടരുകയാണ്. തീരപ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമാണ്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി ശക്തമായ മഴ തുടരും. തെക്കൻ ഗുജറാത്തിന് മുകളിലെ ചക്രവാത ചുഴി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത. മറ്റൊരു ചക്രവാത ചുഴി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു. ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി. വടക്കൻ കേരളത്തിലെ റെഡ് അലേർട്ടിന് പുറമെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. മഴയ്ക്കു പുറമെ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരമേഖലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്കു സാധ്യതയുണ്ട്. ബുധനാഴ്ചയോടെ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്തു 2 പേർക്കാണ് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായത്. കാസർഗോഡ് പുത്തികൈ കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത്. ഇടുക്കി മൂലമറ്റത്ത് ത്രിവേണി സംഗമത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മൂലമറ്റം സ്വദേശി അതുൽ ബൈജുവാണ് മരിച്ചത്. കണ്ണൂർ കൊട്ടിയൂർ തീർത്ഥാടനത്തിനെത്തിയ 2 പേരെ ബാവലിപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദ്, കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് കാണാതായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കനത്ത മഴയിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ചെറുപുഴയിൽ കാണാതായ വയോധികനായി തിരച്ചിൽ തുടരുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. നിലവിൽ ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടോ? ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ്? നേരത്തെ ബീച്ചിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന വാർത്തയൊക്കെ നമ്മൾ നൽകിയതാണല്ലോ. അനുജ, അടുത്ത 24 മണിക്കൂർ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബീച്ചിലേക്ക് വിനോദസഞ്ചാരികൾ വലിയ രീതിയിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം മേഖലകളിൽ നിന്ന് ആളുകളോട് മാറണം എന്ന നിർദ്ദേശം നൽകിയത്. എന്നാൽ ഈ വിലക്കെല്ലാം ലംഘിച്ച്, പ്രത്യേകിച്ച് കോഴിക്കോട് ബീച്ചിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ വിലക്കെല്ലാം ലംഘിച്ചും വലിയ രീതിയിൽ, പ്രത്യേകിച്ച് യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകളാണ് വലിയ രീതിയിൽ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലീസും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും ഗാർഡുമാരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും ആളുകളെ വ്യാപകമായിട്ട് ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഓട്ടോയിലും അതുപോലെ തന്നെ ബൈക്കും ഒക്കെ എടുത്ത് ഇത്തരത്തിൽ ഈ മഴയും പ്രത്യേകിച്ച് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള മേഖലയിൽ അത് ആസ്വദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള 100 കണക്കിന് ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടാണ് ഇത്തരത്തിൽ കോഴിക്കോട് ബീച്ചിൽ ആളുകൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടാതെ സെൽഫി എടുത്തും അതായത് കടൽ ഭാഗങ്ങളിലേക്ക് ഇറങ്ങരുതെന്നും ഈ തീരദേശ മേഖലകളിലേക്ക് ഇറങ്ങരുതെന്നും കർശന നിയന്ത്രണമുണ്ട്. പോലീസ് കഴിഞ്ഞ മണിക്കൂറിൽ ഇവിടെ നിന്ന് ആളുകളെ ലാത്തി ഉപയോഗിച്ച് വരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് കൂടുതലായിട്ട് ആളുകൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ ആളുകളെ മാറ്റാൻ സംവിധാനങ്ങളൊന്നും ഇല്ലേ? പോലീസൊക്കെ അവിടെ നിന്ന് മടങ്ങിപ്പോയോ?
നിലവിൽ ഇപ്പോൾ മഴ കനത്തു തുടങ്ങിയിരിക്കുന്നു, അതിശക്തമായിട്ടുള്ള കാറ്റുമുണ്ട്. ആ ഘട്ടത്തിൽ പോലീസിനെയോ അതുപോലെ തന്നെ നേരത്തെ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആരെയും തന്നെ കാണാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യുവതിയും യുവാക്കളുമായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് ഇവിടേക്ക് വരുന്നു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനോ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനോ നിലവിൽ ഇപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കാറുകളിലും അതുപോലെ തന്നെ ഓട്ടോകളിലുമാണ് കൂടുതലായിട്ടും ഈ യുവതി യുവാക്കൾ സംഘം ചേർന്നുകൊണ്ട് കോട്ടെടുത്തും അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ തന്നെ ഇവിടേക്ക് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ മഴക്കാലങ്ങളിൽ വലിയ രീതിയിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തിയ ഇടമാണ് കോഴിക്കോട് ബീച്ചും പരിസരങ്ങളും ഒക്കെ തന്നെ. നിരവധി, അതായത് 2 പേർ മരിച്ച സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെ ഒന്നും വകവെക്കാതെയാണ് ഇത്തരത്തിൽ ഈ പെരുമഴക്കാലത്ത് ഇത്തരത്തിൽ ഈ യുവതി യുവാക്കൾ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ബീച്ചിലേക്ക് കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത്തരത്തിൽ യുവതി യുവാക്കൾ കൂടുതലായിട്ട് എത്തിയതുകൊണ്ട് വീണ്ടും പോലീസ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് എന്തായാലും ഹോം ഗാർഡുകളുണ്ട്, അവരുടെ നേതൃത്വത്തിൽ അവിടേക്കുള്ള ഇറങ്ങുന്നത് പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ്, കോഴിക്കോട് ബീച്ചിൽ നേരത്തെ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നു. അവിടെ കച്ചവടം നടത്തുന്ന തട്ടുകടക്കാരെ ഉൾപ്പെടെ ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് കുട്ടികളെയും ഒക്കെയായി കൂടുതൽ കാഴ്ചക്കാരെത്തുന്നു എന്നുള്ളതാണ്. നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, കടലിന്റെ സമീപത്തേക്ക് വരരുത് എന്നൊക്കെ. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. കനത്ത കാറ്റിലും മഴയിലും തിരുവനന്തപുരം കാട്ടാക്കട ആമച്ചലിൽ വീട് ഭാഗികമായി തകർന്നു. പാറശാലയിൽ തേക്ക് ഒടിഞ്ഞു വീണ് വീട് പൂർണ്ണമായി തകർന്നു. പത്തനംതിട്ട മലയാലപ്പുഴയിൽ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരുക്കേറ്റു. കടൽക്ഷോഭം രൂക്ഷമായതോടെ വർക്കല പാപനാശത്ത് നിന്ന് വിനോദസഞ്ചാരികളെ മാറ്റി. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് കാട്ടാക്കട ആമച്ചലിൽ നിർധന കുടുംബം താമസിച്ചിരുന്ന വീട് ഭാഗികമായി തകർന്നു. ആനി രാജേഷ് ദമ്പതികളുടെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി ഭാഗികമായി തകർന്നത്. ആനിയും രാജേഷും 2 കുട്ടികളും അപകട സമയത്ത് ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. രാത്രി ശബ്ദം കേട്ട് ഇങ്ങനെ മോള് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കുമാണ് ഈ വീട്ടിലെ ഭാഗം അങ്ങനെ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവളെ അമ്മയും വിളിച്ച് പെട്ടെന്ന് ഓടി പുറത്ത് വന്ന് അതിനുശേഷമാണ് ഇങ്ങനെ പിന്നീട് പോയി നോക്കിയപ്പോഴാണ് ഈ വീട്ടിലെ ഭാഗം അത്രയും വീണതാണ് എന്ന് കണ്ടത്. ഇതിന് ഉടൻ തന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് അറിയിച്ചതാണ്. തിരുവനന്തപുരം പാറശാലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിൽ തേക്കൊടിഞ്ഞു വീണു. പാറശാല പരശുവയ്ക്കൽ പ്രശാന്ത് ഹരിശ്രീ ദമ്പതികളുടെ വീടിന് മുകളിലാണ് മരം ഒടിഞ്ഞു വീണത്. വീട് പൂർണ്ണമായും തകർന്നു. തലനാരിഴയ്ക്കാണ് ദമ്പതികൾ രക്ഷപ്പെട്ടത്. പൊന്മുടി 6-ാം വളവിൽ മരം വീണ് രാവിലെ ഗതാഗത തടസ്സമുണ്ടായി. വിതുര ഫയർഫോഴ്സ് മരം മുറിച്ചു മാറ്റി. ബോണക്കാടും മരം കടപുഴകി വീണു. വഞ്ചിയൂർ പാറ്റൂർ റോഡിലേക്ക് വീണ മരം നഗരസഭാ ജീവനക്കാർ മുറിച്ചു നീക്കി. കടൽക്ഷോഭം രൂക്ഷമായ വർക്കല പാപനാശത്ത് തീരത്തിന്റെ പകുതിയോളം വെള്ളം കയറി. വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ സ്ഥലത്തുനിന്ന് മാറ്റി. പത്തനംതിട്ട മലയാലപ്പുഴയിൽ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരുക്കേറ്റു. മലയാലപ്പുഴ താഴം ശ്യാം നിവാസിൽ കൃഷ്ണൻ നായർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നദിയിലിറങ്ങുന്നതിന് കളക്ടർ വിലക്കേർപ്പെടുത്തി. 24 തിരുവനന്തപുരം. അതിശക്തമായ മഴയിൽ വടക്കൻ മലബാറിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നീലേശ്വരത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറി. NH66 വെള്ളക്കെട്ട് രൂക്ഷമായതിൽ കരാർ കമ്പനിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കണ്ണൂർ പന്നിയൂർ കൂവൻകുന്നിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരുക്കേറ്റു. ഇന്നലെ രാവിലെ മുതൽ പെയ്ത അതിതീവ്ര മഴയിൽ കനത്ത നാശനഷ്ടമാണ് വടക്കൻ മലബാറിൽ. നീലേശ്വരത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറി. തേജസ്വിനി പുഴ കരകവിഞ്ഞതാണ് പോടോത്തുരുത്തിയിൽ വെള്ളക്കെട്ടിന് കാരണം. കുറച്ച് എല്ലാവർക്കും നാശം വെച്ചിട്ടുണ്ടാവും. കുറേ ആളെല്ലാം അതാളെ വീട്ടിലേക്ക് ബന്ധു വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ഓഡിറ്റോറിയം ചാത്തമത്തെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി പോയി. ധർമ്മത്തടുക്ക തലമുകർ ചള്ളം കായത്ത് കാറിന് മുകളിൽ കുന്നിടിഞ്ഞു വീണു. തലമുകർ സ്വദേശി മുഹമ്മദ് ഹാരിസും കുടുംബവും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രദേശത്തെ CPIMന്റെ പാർട്ടി ഓഫീസും തകർന്നു വീണു. വെള്ളരിക്കുണ്ട് കോട്ടമലയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഈ ഭാഗത്തെ 10 കുടുംബങ്ങളെ കോട്ടമല UP സ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കും. ശക്തമായ കാറ്റിൽ കുമ്പള KSTP റോഡിലേക്ക് 3 നില കെട്ടിടത്തിന്റെ ഇരുമ്പു മേൽക്കൂര തകർന്നു വീണു. ഒബർല കോംപ്ലക്സിന്റെ മേൽക്കൂരയാണ് തകർന്നത്. NH66 മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കാഞ്ഞങ്ങാട് മാവുങ്കൽ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ്. സർവീസ് റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയതോടെ മേഘ കമ്പനിയുടെ വാഹനങ്ങൾ BJP പ്രവർത്തകർ പിടിച്ചിട്ടു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ LP സ്കൂളിലേക്ക് 10 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു.
മൈച്ചമുനമ്പത്ത് 15 വീടുകളിൽ വെള്ളം കയറി. ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. കണ്ണൂർ പന്നിയൂർ കൂവൻകുന്നിൽ വീടിനു മുകളിൽ തെങ്ങുവീണ 3 പേർക്ക് പരിക്കേറ്റു. പുഞ്ചയിൽ തോമസ്, സെലീന, സനു എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്. ശക്തമായ കടലാക്രമണത്തിൽ തിരുവനന്തപുരം ശംഖുമുഖത്ത് വീടിന്റെ മതിലിടിഞ്ഞ് കടലിൽ പതിച്ചു. മേഖലയിൽ നിരവധി വീടുകൾ കടലെടുത്തു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, വലിയ ഭീതിയിലാണ് ആ മേഖലയിലൊക്കെ ഉള്ളവർ കഴിയുന്നത്. ഇപ്പോൾ ഒരു വീടിന്റെ മതിലിടിഞ്ഞ് വീണിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ്? ഒട്ടേറെ വീടുകൾ കടലെടുത്തു എന്നൊക്കെയുള്ള വാർത്തയാണല്ലോ വരുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ തീരമേഖലയോട് ചേർന്ന് കഴിയുന്നവരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിയുന്നത്. പക്ഷേ ഇവരുടെ ആശങ്ക ഇപ്പോൾ തുടങ്ങിയതല്ല. നേരത്തെ തന്നെ തിരുവനന്തപുരത്തെ തീരമേഖലകൾ പലതും കടലെടുത്ത് പോയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ കടൽക്ഷോഭം ഈ തിരുവനന്തപുരത്തെ തീരമേഖലയിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്താണ്. ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിന് സമീപത്തുള്ള വീടുകളിലെ ആളുകളാണ് ഇപ്പോൾ ആശങ്കയോടെ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലമാണ് അല്പസമയം മുമ്പ് ഇടിഞ്ഞ് കടലിലേക്ക് പതിച്ചത്. ഒരു വീടിന്റെ മതിൽ കടലിലേക്ക് പതിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഭീതിജനകമായാണ് ആ സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഓരോ നിമിഷം കഴിയുന്തോറും കടൽ കരയിലേക്ക് കയറുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം ശംഖുമുഖത്ത് ഉള്ളത്. 4 മണിയോടുകൂടി ഈ മതിലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കടലിലേക്ക് പതിച്ചു. മറ്റ് ഭാഗങ്ങളൊക്കെ തന്നെ കടലെടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഒപ്പം ഇതിനോട് സമീപത്തുള്ള നിരവധി വീടുകൾ ഇതിനോടകം തന്നെ പൂർണ്ണമായും ഭാഗികമായും നശിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങ് ദൂരെ ആ ദൃശ്യങ്ങളിൽ ഒരു കെട്ടിടം കാണാം. അത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അങ്കണവാടിയായിരുന്നു. ആ അങ്കണവാടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതാണ് ഈ തിരുവനന്തപുരത്തെ തീരമേഖലയിലൂടെ ഏറ്റവും ഭീതിജനകമായ ഒരു അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ ഈ ഓരോ നിമിഷവും കടൽ കയറുന്നതോടുകൂടി വലിയ ആശങ്കയിലാണ് ഈ തീരമേഖലയിലെ ജനങ്ങളുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ട ഈ ഒരു സ്ഥലം തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശിയായ ജനറ്റിന്റെ ഒരു വീടിനോട് ചേർന്ന മതിലാണ് ഇടിഞ്ഞു വീണത്. അപ്പോൾ ജനറ്റ് തന്നെ 24നോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഒരു 4 മണിയൊക്കെ ആകും സാറേ ഇതിങ്ങനെ സംഭവിച്ചിട്ട്. പെട്ടെന്നിരുന്നപ്പോൾ ഒരു സൗണ്ട് കേട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോഴിതെല്ലാം ഇങ്ങനെ ആയി. കിടക്കാനും പേടി, എല്ലാം പേടി സാറേ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. ഞാൻ ഒരു വിധവയാണ്, ഞാനൊരു രോഗിയും കൂടെയാണ്. കടൽ ഇത്രത്തോളം കയറിയിട്ടുണ്ടോ നേരത്തെ? നേരത്തെ ഇതുവരെ ഇവിടെ 2 പേര് വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ എല്ലാം പോയി. ഇതിപ്പം 3ാമത്തെ വീടാണ് ഇതിങ്ങനെ പോകുന്നത്. ഇങ്ങോട്ടേക്ക് കയറുകയാണോ കടൽ? കടലിൽ ഒരുപാട് കയറുന്നു. ഇനിയിപ്പോൾ ഇത് രാത്രി കൊണ്ട് ഇത് ഇത്രയും പോകും. ഇവിടെ നമുക്കറിയാം കടലിൻ്റെ ഇതെന്തരാണെന്ന്. ഇവിടെയുള്ള അപ്പച്ചന്മാരിങ്ങനെ പറയുന്നത് ഇങ്ങോട്ട് കയറുമെന്ന് പറഞ്ഞു. വെറും മണ്ണായതുകൊണ്ട് ഇങ്ങ് കയറുമെന്ന് പറഞ്ഞു. തടഞ്ഞെങ്കിലും മാറി താമസിക്കാൻ പറഞ്ഞു നിങ്ങളോട്? ഇല്ല, ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ അപ്പുറത്തൊക്കെ വന്നിട്ട് പോലും ഇവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് വിളിക്കാൻ എനിക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ല. എനിക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് അതുകൊണ്ടൊക്കെ അറിഞ്ഞുകൂടാ. ഇപ്പം അടുത്തുള്ളവർ വന്നിട്ടാണ് ഇപ്പം സാറിനെയൊക്കെ വിളിച്ചത്. അനുജ, ഈ ജനറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല. നേരത്തെ ഈ ഭാഗത്തൊക്കെ തന്നെ ഈ കല്ലുകൾ അടുക്കിയിരുന്നു. അങ്ങനെ ഈ കടൽക്ഷോഭത്തെ ഒരു പരിധിവരെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ നടപടികളൊക്കെ തന്നെ പാതി വഴിയിൽ നിലച്ചു എന്നതാണ് പ്രധാനമായും ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഒരു ശാശ്വതമായൊരു പരിഹാരം ഈ കടൽക്ഷോഭത്തിനൊക്കെ തന്നെ കാണണമെന്നാണ് ഇവർ പറയുന്ന കാര്യം. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്ത് കഴിഞ്ഞു. പല വീടുകളും ഭാഗികമായി തന്നെ തീർച്ചയായും ശാശ്വത പരിഹാരം വേണ്ടതാണ്. പക്ഷെ അതിനേക്കാൾ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ടുന്നത് ഈ ആളുകളുടെ സുരക്ഷ എന്നുള്ളതാണ്. അവിടെ നിന്ന് ഈ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടതുണ്ട്. അങ്ങോട്ടേക്ക് ആരും ഇതുവരെ എത്തിയിട്ടില്ല എന്നുകൂടി അവർ പരാതിപ്പെടുകയാണ്. ഒട്ടേറെ വീടുകൾ കടലെടുത്തു. കൂടാതെ ഒരു വീടിന്റെ മതിൽ ഇടിഞ്ഞ് കടലിൽ പതിച്ചു. വലിയ ഭീതിയിലാണ് ആ മേഖലയിൽ താമസിക്കുന്നവർ. കാസർഗോഡ് ബേവിഞ്ചയിൽ നിർമ്മാണത്തിനിടെ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്താണ് മണ്ണിടിഞ്ഞത്. മണ്ണിടിച്ചിൽ തുടരുന്നതിനാൽ പ്രദേശത്തെ 180ഓളം കുടുംബങ്ങൾ ഭീതിയിലാണ്. ഇന്നുച്ചയോടെയാണ് ആദ്യ മണ്ണിടിച്ചിൽ. ദേശീയപാത 66-ൽ ചെർക്കളത്തിനും നീലേശ്വരത്തിനും ഇടയിലുള്ള 2ാം റീച്ചിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് 3 തവണയാണ് മണ്ണിടിഞ്ഞത്. മണ്ണിടിയുന്നതിന്റെ ഭീകരത വ്യക്തമാക്കുന്നതായിരുന്നു 24ലൂടെ പുറത്തുവന്ന ദൃശ്യങ്ങൾ.
മണ്ണിടിച്ചിൽ രൂക്ഷമായതോടെ പ്രദേശത്തെ 150ഓളം കുടുംബങ്ങളും ആശങ്കയിലാണ്. മണ്ണിടിയുന്നതിന്റെ നേരെ മുകളിലുള്ള വീട് മേഘ കമ്പനി ഏറ്റെടുക്കണമെന്നും വീട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടും നടപടിയുണ്ടായില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സമയത്ത് ജനപ്രതിനിധികളുടെ അഭിപ്രായം പോലും അവഗണിച്ചെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. ഞങ്ങളൊക്കെ പറഞ്ഞതാണ്, ഇതിൽ വളരെയധികം അപാകതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും ഈ സർവീസ് റോഡില്ലാതെ NH ഒരിടത്തും പണിതിട്ടുണ്ടാവില്ല. ഇവിടെ മാത്രമാണ് സർവീസ് റോഡില്ലാത്തത്. അപകട വിവരമറിഞ്ഞ് സ്ഥലം സന്ദർശിക്കാനെത്തിയ ജില്ലാ കളക്ടർ K. ഇമ്പശേഖരന് നേരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. ജില്ലയിലെ തെക്കിൽ ചട്ടഞ്ചാൽ, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. 24 കാസർഗോഡ്. നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശമാണ്. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. സർവ്വസന്നാഹങ്ങളുമായി കലാശക്കൊട്ട് കേമമാക്കാൻ മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. PV അൻവറിന്റെ റോഡ് ഷോയിലെ ആൾബലത്തെ ചൊല്ലി ഇരു മുന്നണികളിലും ചർച്ചകൾ സജീവമാണ്. വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന്റെ 3 ആഴ്ചകൾ. പലതവണ പെരുമഴ പെയ്തിട്ടും ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂട് തണുത്തില്ല. ഒന്നിൽ നിന്ന് അടുത്തതിലേക്കെന്ന പോലെ വിവാദങ്ങളുടെ ചങ്ങലക്കണ്ണി. നാളെ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ ആത്മവിശ്വാസത്തിന്റെ നെറുകയിലാണ് മുന്നണി നേതാക്കളെല്ലാം. എല്ലാ ഘടകങ്ങളും UDFന് അനുകൂലമാണ്, സർക്കാരിനെതിരാണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. ഇന്നും റോഡ് ഷോകളുമായി LDFും UDFും കളം നിറഞ്ഞു. ദേശരക്ഷാ സദസ്സുമായി NDA. വാഹന പ്രചാരണ യാത്രയായിരുന്നു അൻവറിന്. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏതു മുന്നണിയെ ബാധിക്കും എന്നത് നേതാക്കളും സ്ഥാനാർത്ഥികളും തലപുകയ്ക്കുന്നുണ്ട്. ടീം 24 നിലമ്പൂർ. പാലക്കാട് മണ്ണാർക്കാട് കരിമ്പയിൽ അങ്കണവാടിക്കുള്ളിൽ പാമ്പിനെ കണ്ടെത്തി. പള്ളിപ്പടി 11ാം വാർഡിലെ അങ്കണവാടിയിലാണ് പാമ്പിനെ കണ്ടത്. മഴയെ തുടർന്ന് അങ്കണവാടിക്ക് അവധി നൽകിയതിനാൽ വലിയ അപകടം ഒഴിവായി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. അവധിയായത് ഭാഗ്യമായി എന്ന് മാത്രം പറയാം. തീർച്ചയായും വിഷമുള്ള പാമ്പാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനെ അവിടെ നിന്ന് പിടികൂടി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ആളുകൾ കൃത്യമായ രീതിയിലുള്ള പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, പാമ്പുകൾ ഇത്തരത്തിൽ ഈ മേഖലയിലൂടെ ഇത്തരത്തിൽ പാമ്പുകൾ ഉള്ളത് വലിയ തോതിൽ ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണുള്ളത്. ഇഴജന്തുക്കളുള്ള പ്രദേശമാണ് എന്ന് നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ രക്ഷകർത്താക്കളും മറ്റും ഇത്തരത്തിൽ പാമ്പുകളെ ആ പ്രദേശത്ത് കണ്ടിട്ടുമുണ്ട്. എന്തായാലും അടിയന്തരമായ ഇടപെടൽ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണമെന്ന ഒരാവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും പാമ്പിനെ പിടികൂടാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അനുജ, താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം എന്ന വാർത്ത വരുന്നു. ചുരം 9ാം വളവിനും 8ാം വളവിനും ഇടയിൽ മരം വീഴാറായതിനെ തുടർന്നാണ് നിയന്ത്രണം. മരം മുറിച്ചു മാറ്റുന്നതുവരെ അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടൂ. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി തുടങ്ങുന്നുണ്ടോ? ഒപ്പം ബദൽ ക്രമീകരണങ്ങൾ, ബദൽ സംവിധാനം എന്തെങ്കിലും ഏർപ്പെടുത്തിയോ ഗതാഗതത്തിനായി? അനുജ, കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ മരം കടപുഴകി വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. താമരശ്ശേരി ചുരത്തിൽ 9ാം വളവിനും അതുപോലെ തന്നെ 8ാം വളവിനും ഇടയിലാണ് ഇത്തരത്തിൽ മരം നിലംപൊത്താറായിട്ടുള്ള അവസ്ഥയുള്ളത്. അടിഭാഗത്ത് നിന്ന് മണ്ണ് ഇളകി വീഴുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപകട സാഹചര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അനാവശ്യമായിട്ടുള്ള വാഹനങ്ങൾ, അതായത് വിനോദസഞ്ചാരത്തിനും മറ്റുമായിട്ട് അല്ലാതെയുള്ള വാഹനങ്ങൾ ഇതുവഴി പോകുന്നത് കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. അത്യാവശ്യ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ചുരം വഴി പോകാൻ അനുമതിയുള്ളൂ എന്നുള്ളതാണ്. മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ മുറിച്ചു മാറ്റും. മുറിച്ചു മാറ്റാത്ത പക്ഷം അനാവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ചുരത്തിൽ കയറരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ളത്. ശരി, താമരശ്ശേരി ചുരത്തിലാണ് ഗതാഗത നിയന്ത്രണം. ചുരം 9ാം വളവിനും 8ാം വളവിനും ഇടയിൽ മരം വീഴാറായതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ ടൈപ്പ് 1 പ്രമേഹബാധിതരായ 500 കുട്ടികൾക്ക് സഹായവുമായി 24 കണക്ട്. വയനാട് ജില്ലയിലെ ടൈപ്പ് 1 പ്രമേഹബാധിതരായ 58 കുട്ടികൾക്ക് സെൻസർ വിതരണം ചെയ്തു. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ കുഞ്ഞിമിഠായി പദ്ധതിയുടെ ഭാഗമായി സുൽത്താൻ ബത്തേരി വ്യാപാര ഭവനിൽ ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ അശ്വിൻ ജോണാണ് സെൻസർ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുരഭി സുരേന്ദ്രൻ, PV മത്തായി, ദീപ്തി, സംഷാദ് ബത്തേരി, നവനീത് തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു.
ഇതോടെ വാർത്താസന്ധ്യ അവസാനിക്കും.